ഫാസിസത്തിനെതിരെ പോരാടുന്നു എന്ന് പേരുള്ള സ്വതന്ത്ര വിശകലന മാധ്യമ പ്രവർത്തകൻ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഇറച്ചി തിന്നുന്ന പ്രവർത്തനങ്ങൾ വളരെ ഝടിതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ഇത് നടത്തുന്നതിന്, രുചി കൂട്ടുന്നതിന് പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമിക തീവ്രവാദവുമൊക്കെ ജേക്കബ് നന്നായി പുരട്ടുന്നുണ്ട്. ജേക്കബ് ഇതെല്ലാം പുരട്ടുന്നത് ഷാഫിയുടെ മാംസത്തിന് കൂടുതൽ രുചിയും മണവും ഉണ്ടാകുന്നതിനും ഒപ്പം ചെന്നായെപ്പോലെ വളരെ ഗൂഢമായി തങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷത്തിന് ശക്തി പകരുന്നതിനും വേണ്ടിയാണ്. പറയുമ്പോൾ വിശകലന വിദഗ്ധൻ എന്ന് പറയുമെങ്കിലും നന്നായി ശ്രദ്ധിച്ചു കേട്ടാൽ വിഷം കലർന്ന വിദഗ്ധൻ എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ വിഷം പുരട്ടൽ പരിപാടി ഒന്ന് കേൾക്കാം. കേട്ടോളൂ. അപകടകരമായ വർഗീയ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ. നമ്മൾ മലബാറിൽ കാണാത്ത വിധത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അദ്ദേഹം അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് പ്ലേ ഔട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ LDF നഷ്ടക്കച്ചവടം, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കളിച്ച രാഷ്ട്രീയം അത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയം. കോൺഗ്രസ് പൊളിറ്റിക്സും നല്ലത്. അത് കോൺഗ്രസ്സുകാർ സാധാരണ കളിക്കുന്ന ഗെയിമൊന്നും അല്ല അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിം എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ കണക്കാക്കുന്നിടത്തോളം അതിഗംഭീരമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ല. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് വിഷം കലർന്ന വിദഗ്ധനായ ജേക്കബിൻ്റെ വിലയിരുത്തൽ. സത്യത്തിൽ എന്ത് നികൃഷ്ട സംസാരമാണ് ഈ ജേക്കബ് സംസാരിക്കുന്നതെന്ന് കേട്ട് നോക്കിയേ. എന്താ ഷാഫി പറമ്പിൽ അവിടെ ചെയ്തത്? ഷാഫി പറമ്പിൽ തനതായി ഏതാണ്ട് സെല്ല് സ്ഥാപിച്ച് സവിശേഷമായ വിഭാഗീയതയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ? മലബാറിൽ ആകെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകൾക്കിടയിൽ ആര്യാടൻ മുഹമ്മദിന് ശേഷം ശ്രദ്ധേയനായ ഒരു മുസ്ലിം പേരുകാരനായി ജനിച്ചു. തൻ്റെ വ്യക്തിത്വത്തിന് വലിയ പരിക്കേൽക്കാതെ നിലനിന്നു പോകുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും പോലെ അദ്ദേഹത്തെ ഇലക്ഷൻ വേളയിലും അല്ലാതെയും പിന്തുണയ്ക്കുന്നു. അത് പല സ്ഥലങ്ങളിലും പ്രകടമാകുന്നു. ഇതിനപ്പുറത്ത് എന്ത് മുസ്ലിം രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ നിലപാടെടുത്തിട്ടുള്ളത്? എന്തെങ്കിലും വിഷയത്തിൽ അദ്ദേഹം കുത്തിയിട്ടുണ്ടോ? അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? രഹസ്യമായോ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആക്ഷേപം മുഴുവൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇസ്ലാം മത വിശ്വാസിയും മൗദൂദിയും ജമാഅത്ത് ഇസ്ലാമിക്കാരനൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനോ അദ്ദേഹത്തിന് ശേഷം വന്ന യൂത്ത് കോൺഗ്രസ്സുകാരനോ ആണ്. പിന്നെ എന്താണ് ജേക്കബ് രാഷ്ട്രീയം അവിടെ സവിശേഷമായി ഈ പറയുന്ന ഷാഫി കളിച്ചത്? ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വ്യാപകമായി പ്രകടിപ്പിച്ച് എതിർചേരിയിലുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ, അതായത് ഹിന്ദു വിരുദ്ധനാക്കാൻ, എന്നോട് അവിടെയുള്ള വളരെ മുതിർന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞത്രേ, വടകര ഉൾപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഷാഫി കോൺഗ്രസിൽ മത്സരിക്കുന്നെങ്കിലും ലക്ഷ്യം വേറെയാണ്. അവർ ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട അമ്മയാണ്. അവർ സ്വന്തം മകനോട് വിളിച്ചു പറഞ്ഞെന്ന് നമ്മുടെ ഷാഫിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ശേഷമാണ് ഈ ഷാഫിയെ ഉന്മൂലനം ചെയ്യണം, അദ്ദേഹത്തിന് മേലൊരു മുദ്ര ചാർത്തണം എന്ന ആഗ്രഹത്തിൽ ജേക്കബിനെ പോലെയുള്ള വിഷം പുരട്ടിയ നാവുമായി വിശകലന വിദഗ്ധർ എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ, അവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കേണ്ട സ്ഥലമാണ്. അവിടെ ഷാഫിയുടെ രാഷ്ട്രീയം വിജയിച്ചു പോയാൽ അത് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാവും. എത്ര കാപഢ്യമാണ് പറയുന്നത്, എത്ര വഞ്ചനയാണ്, എത്ര അസത്യമാണ് പറയുന്നത്, എത്ര നികൃഷ്ടമായ സംസാരമാണ് ജേക്കബ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്കെന്താണ് ഷാഫിയോട് സവിശേഷമായ ഒരു വൈരാഗ്യം? ഷാഫി ജനിച്ചു പോയ മതമോ പേരോ താങ്കൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? അയാൾ ആ പേരിലും മതത്തിലും ജനിച്ചു പോയതുകൊണ്ട് അയാൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത്തരത്തിലുള്ള എന്തെങ്കിലും നിലപാടുകളോ ചുവയോ കാണാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടവർ അദ്ദേഹം പല കാര്യത്തിലും തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നു. ആ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് അദ്ദേഹമെന്ന് വരാതിരിക്കാൻ വേണ്ടി വലിയ അമിത മതേതരത്വം കാണിക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ. എന്നിട്ടാണ് ഈ അഭ്യാസവുമായി ജേക്കബ് ഇറങ്ങിയിരിക്കുന്നത്. ജേക്കബ് മാത്രമല്ല, ബാക്കി 2-3 പേരും കൂടെ ഉണ്ട്. അടുത്ത കേട്ടോളൂ. ഈ കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് വയ്ക്കാൻ പറ്റിയൊരു ജനകീയ മുഖം ഇതുവരെ ഇല്ലാതിരുന്നു. പണ്ട് നേതാക്കന്മാരുണ്ടാവും, ഉന്നത നേതാക്കളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ 2001 ശേഷം ഈ DIC ഒക്കെ വളർന്നു പോയതിനു ശേഷം കോൺഗ്രസിന് ഒരു ജനകീയ മുഖം വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിയും ആകർഷിക്കുക, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ആകർഷിക്കാൻ കഴിയുന്ന ഒരു മുഖമില്ലായിരുന്നു. പക്ഷെ ഷാഫി പറമ്പിൽ വന്ന ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു.
അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണൽ ഫാക്ടറോട് പ്രവർത്തിക്കുന്നുണ്ട് സംശയമില്ല. പക്ഷെ അപ്പോൾ കോൺഗ്രസിൽ ഒരു നേതാവ് എന്നുള്ള ധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായി. അല്ല, എനിക്ക് അതിലുള്ളത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. എന്നാൽ പോലും ഷാഫി പറമ്പിൽ ഒരു കമ്മ്യൂണൽ മുഖം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ആർട്ടിക്കുലേഷൻ എന്നുള്ള നിലയിലാണ് ഇസ്ലാമിനേക്കാൾ കൂടുതൽ അത് വേറൊരു തലമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനേക്കാൾ കൂടുതൽ മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു കേരളത്തിൽ ഇപ്പൊ CH മുഹമ്മദ് കോയ 45 ദിവസം ഇരുന്നതിനപ്പുറത്തേക്ക് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, 28% പക്ഷെ ഇന്നും അവർക്കൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഒരു ഫുൾ ഫ്ലഡ്ജഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം പോലെയാണ്. അപ്പൊ ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം അവർ കാണുന്നെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. നായർക്ക് ക്രിസ്ത്യാനിക്കൊക്കെ മുഖ്യമന്ത്രി ആണെങ്കിൽ പിന്നെ മുസ്ലിം മുഖ്യമന്ത്രി ആയിരുന്നാ ആ ഒരു ഫാക്ട് ഉണ്ട് അവിടെ. അപ്പൊ അത് പല ഘടകങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അതിന്റെ പ്രശ്നം. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇപ്പൊ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല CH മുഹമ്മദിനെ കാണുന്നത്. ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നത് അവരോടും അവരുടെ രാഷ്ട്രീയത്തോടും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള ചരിത്ര വിരുദ്ധതയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം, നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും അവർക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം. അത് അവർക്ക് 2-3 ഇറച്ചി വെട്ടുകാരിരുന്ന് വെട്ടുക, ഷാഫിയുടെ ഇറച്ചി വെട്ടുക. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് വലിയ വിഷയം. ആരുടെയാ? ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. പിന്നെ 10, 15, 20 കൊല്ലത്തിനപ്പുറം ഷാഫി പറമ്പിൽ മുസ്ലിം മുഖ്യമന്ത്രി ആവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവൻ്റെയൊക്കെ ഫാസിസ്റ്റ് വിരുദ്ധത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വെറും കാപഡ്യമാണ്, പച്ച കാപഡ്യം. എന്തെങ്കിലും തരത്തിൽ അധികാരമാറ്റം ഉണ്ടായി ഇടതുമുന്നണി അപ്രസക്തരായാൽ ഈ ജേക്കബും ഈ ഇരുന്ന് പറയുന്നവരുമൊക്കെ ഏതെങ്കിലുമൊക്കെ മണ്ഡലം കാര്യവാഹും സംസ്ഥാന കാര്യവാഹും പിന്നെ അതുപോലെയുള്ള പദവികളിൽ ഇരിക്കുന്ന വലിയ സംഘപ്രവർത്തകരായി മാറും, വലിയ ഫാസിസ്റ്റുകളായി മാറും. യാതൊരു തർക്കവുമില്ല. കാരണം ഇടതുമുന്നണിയുടെ ഭാഗമാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ പോലും ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും വിഷമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ഒറിജിനലി ഒരു സാഹചര്യം അനുകൂലമായാൽ ആരാകുമെന്ന്. ജേക്കബ് സാർ ഭയങ്കര പോസ്റ്റുകാരനാണ് ഫാസിസത്തിനെതിരെ. എന്ത് ഇസ്ലാമോഫോബിയ ഇദ്ദേഹം സംസാരിക്കുന്നത്.